ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് മോഡലാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. വളരെ വലിയ ഭാരങ്ങൾ ഉയർത്തുന്നതിനും വളരെ വലിയ അളവിലുള്ള ബലം പ്രയോഗിക്കുന്നതിനും ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മെ സഹായിക്കുന്നു. വർക്ക്ഷോപ്പുകളിൽ കാറുകൾ ഉയർത്തുന്നതും JCBയുടെ കൈ പ്രവർത്തിക്കുന്നതുമെല്ലാം ഇതേ രീതിയിലാണ്. പാസ്കൽസ് നിയമമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം. അടഞ്ഞൊരു ദ്രാവകത്തിന്റെയോ വാതകത്തിന്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന മർദ്ദം അതേ അളവിൽ എല്ലായിടത്തും അനുഭവപ്പെടുമെന്നതാണ് പാസ്കൽസ് നിയമം. പിസ്റ്റണിന്റെ പ്രതല വിസ്തീർണം എത്ര കൂടുതലായിരിക്കുമോ അത്ര കണ്ട് കൂടുതലായിരിക്കും ലഭ്യമാകുന്ന ബലവും. കാരണം പ്രഷർ ഈക്വൽ ഫോഴ്സ് ബൈ ഏരിയ ഓർ ഫോഴ്സ് ഈക്വൽ പ്രഷർ ഇൻ ഏരിയ. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ്. 1. കംപ്രസർ. വായു പമ്പ് ചെയ്യുന്നതിനുള്ള മോട്ടോറും ഉന്നത മർദ്ദത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള ടാങ്കും ഉൾപ്പെടുന്നതാണ് കംപ്രസർ. ഞങ്ങളുടെ മോഡലിൽ മോട്ടറിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സൈക്കിൾ പമ്പാണ്. 2. ഭാരം ഉയർത്തുന്നതിനുള്ള പിസ്റ്റൺ സിലിണ്ടർ സംവിധാനം. 3. പിസ്റ്റണിലും സിലിണ്ടറിലുമായി നടത്തിയിരിക്കുന്ന ഹൈഡ്രോളിക് ദ്രവം അഥവാ ഹൈഡ്രോളിക് ഓയിൽ. 4. വായുപ്രവാഹം നിയന്ത്രിക്കുന്നതിനുള്ള വാൽവുകൾ. ഇനി നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തനത്തിലേക്ക് തിരിയാം. ആദ്യമായി നമ്മൾ കംപ്രസറിനുള്ളിലേക്ക് ഉന്നത മർദ്ദത്തിൽ പമ്പ് കൊണ്ട് വായു നിറയ്ക്കുന്നു. അടുത്തതായി വായുവിനെ നമ്മൾ ട്യൂബ് വഴി ഹൈഡ്രോളിക് ദ്രവത്തിലേക്ക് കടത്തിവിടുന്നതിന് വാൽവ് തുറക്കുന്നു. തൽഫലമായി പിസ്റ്റൺ മുകളിലേക്ക് ഉയരുന്നു. ഈ പ്രഷർ റിലീസിംഗ് വാൽവ് തുറക്കുന്നത് മൂലം വായുവും മർദ്ദവും പുറത്തേക്ക് പോകുന്നത് മൂലം പിസ്റ്റൺ താഴേക്ക് തിരികെ എത്തുന്നു. ശരിക്കുള്ളൊരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വൈദ്യുതി കൊണ്ടോ ഇന്ധനം കൊണ്ടോ പ്രവർത്തിക്കുന്ന ഒരു മോട്ടറാണ് ഉപയോഗിക്കുക. വൈദ്യുതിയുടെ ഇന്ധനത്തിൻ്റെ ചെലവ് കൂടുന്ന ഇക്കാലത്ത് വൈദ്യുതിയോ ഇന്ധനമോ ഉപയോഗിക്കാതെ കംപ്രസർ നിറയ്ക്കുന്നതിനുള്ളൊരു സാധ്യത ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിത്യേന വാഹനങ്ങൾ ധാരാളമായി കയറി ഇറങ്ങുന്ന ഒരു പെട്രോൾ പമ്പിൽ താഴേക്ക് അമരുന്ന വിധത്തിൽ ഒരു പ്ലാറ്റ്ഫോം സ്ഥാപിക്കുക. അതിന് താഴെയായി വാഹനങ്ങളുടെ ഭാരം കൊണ്ട് താഴ്ന്ന വിധത്തിൽ 2-3 പിസ്റ്റൺ സിലിണ്ടറുകൾ സ്ഥാപിക്കുക. എല്ലാ പിസ്റ്റണിലും ഓരോ സ്പ്രിങ് വീതം ഘടിപ്പിക്കുക. വാഹനങ്ങൾ പ്ലാറ്റ്ഫോമിലൂടെ കയറി ഇറങ്ങുമ്പോൾ പിസ്റ്റൺ താഴേക്ക് താഴുന്നു. പിസ്റ്റണിൽ നിന്ന് കംപ്രസറിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബ് വഴി പിസ്റ്റണിലെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന വായു കംപ്രസറിനുള്ളിലേക്ക് നിറയുന്നു. പിസ്റ്റണിൽ ഘടിപ്പിച്ചിരിക്കുന്ന സ്പ്രിങ്ങിന്റെ പ്രവർത്തനം മൂലം പിസ്റ്റൺ തിരികെ മുകളിലേക്ക് ഉയരുന്നു. അങ്ങനെ കംപ്രസർ തനിയെ നിറയുന്നു. കാർ താഴേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുത്തല്ലോ, എന്തുകൊണ്ടായിരിക്കും? ഈ പ്രഷർ റിലീസിംഗ് വാൽവിന്റെ ആണെങ്കിൽ ദ്വാരം വളരെ ചെറുതാണ്. അപ്പം വായു വളരെ കുറച്ചായിട്ട് പതിയെ സമയം പോകുള്ളൂ. ഇതിന്റെ ദ്വാരം വലുതാക്കുവാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇത് വേഗം താഴേക്ക് എത്തും. ഓക്കെ. ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നിങ്ങൾ എന്നാ ഉപയോഗിച്ചിരിക്കുന്നത്? വെളിച്ചെണ്ണ. ഫ്ലൂയിഡിന് വെളിച്ചെണ്ണ എണ്ണ വേണോ? പച്ചവെള്ളമാണെങ്കിലോ? പച്ചവെള്ളമാണെങ്കിൽ പിസ്റ്റൺ എപ്പോഴും മൂവ് ചെയ്യുന്നതിനുണ്ട്. പിസ്റ്റണിന് തേയ്മാനം ഉണ്ടാവും. അപ്പോൾ ആ തേയ്മാനം കുറയ്ക്കാൻ വഴുവഴുപ്പുള്ള എന്തെങ്കിലും ദ്രാവകം വേണം. വെള്ളത്തിനേക്കാൾ വഴുവഴുപ്പുള്ള ധാരാളം ദ്രാവകങ്ങളുണ്ട്. അതിലൊന്നാണ് വെളിച്ചെണ്ണ. അതുമാത്രമല്ല വെള്ളം വളരെ പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകും. ഓക്കെ, വെരി ഗുഡ്. കുറച്ചുകൂടെ വലിയ ഭാരം ഉയർത്തണമെങ്കിലോ, കൂടുതൽ ഭാരം ഉയർത്തണമെങ്കിലോ? പിസ്റ്റണിന്റെ പ്രതല വിസ്തീർണം കൂട്ടിയാൽ മതി. പിസ്റ്റണിന്റെ പ്രതല വിസ്തീർണം എത്ര കൂടുതലായിരിക്കുമോ അത്ര കണ്ട് കൂടുതലായിരിക്കും ലഭ്യമാകുന്ന ബലവും. ഓക്കെ, താങ്ക് യു, വെരി ഗുഡ്. ഓക്കെ.